ടീച്ചർ കഥ പറയും. കഥ പറഞ്ഞിട്ട് കുട്ടികളെ ചിരിപ്പിക്കും. നമുക്കിന്ന് കഥ പറയാം. 2 കഥകൾ പറയും. അതിലൊന്ന് ഒരു പശുവിൻ്റെതാണ്, മറ്റൊന്ന് ഒരു കുരങ്ങിൻ്റെതാണ്. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? നിങ്ങൾ ആദ്യം ചിരിക്കും, പക്ഷെ അവസാനം നിങ്ങൾ കരയും. അങ്ങനത്തെ 2 കഥയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം ചിരിക്കാൻ കാരണം എന്താണെന്നറിയാം? ഇത് എന്നെക്കുറിച്ചല്ലല്ലോ, പിന്നെ എനിക്ക് ചിരിച്ചൂടെ? ചിരിക്കാം. പക്ഷെ കഥ അവസാനിക്കുമ്പോൾ ഈ കഥ രണ്ടും നിങ്ങളെക്കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരും. അതാണ് ഈ കഥയുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിൽ ഒരു പശുവുണ്ട്. പശുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്. സ്കൂളിൽ പശുവിനെ കുറിച്ച് നമ്മൾ വാചകങ്ങൾ എഴുതിയിട്ടില്ലേ? പശു ഒരു വളർത്തു മൃഗമാണ്, പശു നമുക്ക് പാൽ തരും, പശു നമുക്ക് കുഞ്ഞുങ്ങളെ തരും, അല്ലേ? പിന്നെ ചാണകം തരും, പലതും തരും. ഇങ്ങനെ പണ്ട് നമ്മൾ പശുവിനെ കുറിച്ച് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ പശു ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ എന്താണ്, കേരളം കണി കണ്ടുണരുന്ന നന്മ, ഞാനിങ്ങോട്ട് വരുമ്പോൾ ബോർഡ് വായിച്ചാണ്. നിങ്ങളും വായിക്കാറുണ്ടാവും. മിൽമ പശുവാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പുതിയ മക്കളോട് ലൈവായിട്ടുള്ള പശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവര് പാക്കറ്റ് പശുവിനെ കുറിച്ച് മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പശു വിശുദ്ധ ഖുർആനിൽ കയറിക്കൂടിയിരിക്കുന്നു. ഖുർആനിൽ 9 തവണ പശു കടന്നു വരുന്നുണ്ട്. ബഖർ, ബഖറത്ത്, അതുപോലെ ബഖറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് 9 തവണ ഖുർആനിൽ പശു കയറിക്കൂടിയിട്ടുണ്ട്. ഞാൻ പശുവിനെ കുറിച്ച് ഖുർആനിൽ പഠിക്കുന്നത് 40 വർഷം മുമ്പാണ്. നിങ്ങളിൽ പലരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അന്ന് പശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പലതും ആലോചിച്ചിട്ടുണ്ടാവും. അറേബ്യയിൽ പശു ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ പശു വളരെ കുറവാണ്, അല്ലേ ഹാഷിം സാഹിബ്? ഉണ്ട്. ഖത്തറില് ബലദുനയിൽ പശു ഉണ്ട്. AC ആലയിലാണ് പശുവിനെ കെട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ അറേബ്യയിൽ ഇന്ന് പശുക്കൾ വളരെ കുറവാണ്. പണ്ട് BC 6000 പശു ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇറാനിലും ഇറാഖിലും തുർക്കിയിലൊക്കെ പശുക്കളുണ്ട്. ഇറാൻ ഇറാഖ് എന്ന് പറയുമ്പോൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ? അന്നത്തെ കാലത്ത് അവിടെ പശു ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് കാലാവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ അവിടെ പശുക്കൾ കുറഞ്ഞു തുടങ്ങി. പിന്നെ കടുത്ത ചൂടായല്ലോ മരുഭൂമിയിൽ, അങ്ങനെ പശുക്കൾ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പശു ഉണ്ടോ? വളരെ കുറവാണ് പശു, അല്ലേ? എവിടെ? അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ചില മലമ്പ്രദേശങ്ങളിൽ പശുക്കൾ ഉണ്ടായിരുന്നു. സക്കാത്തിന്റെ കണക്ക് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പശുവെ കുറിച്ച് പറയുന്നുണ്ട്. 30 പശുവിന് എത്രയാണ് സക്കാത്ത്? ഒരു കാളക്കുട്ടനാണ് സക്കാത്ത്, 30 പശുവിന്. അപ്പോൾ പശു അന്ന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു, അല്ലേ? പക്ഷെ പിൽക്കാലത്ത് ഒട്ടകങ്ങളും ആടുകളുമാണ് അറേബ്യയിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഖുർആനിൽ എങ്ങനെ പശു കയറിക്കൂടിയത്? പശു ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ രാജ്യത്താണ്. 31 കോടി പശുക്കളുണ്ട് അത്ര ഇന്ത്യയിൽ. ജനസംഖ്യ 110 കോടി, അല്ലേ? ഏതാണ്ട് ഒരു 25-30% പശുക്കളാണ് നമ്മുടെ രാജ്യത്ത്. പിന്നെ മറ്റു പലയിടത്തും ഉണ്ട്. ബ്രസീലിലൊക്കെ പശു ഉണ്ട്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അമേരിക്കയിലാണ്. പശു എണ്ണം കുറവാണെങ്കിലും പാല് നന്നായിട്ട് അവരുണ്ടാക്കുന്നുണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് അള്ളാഹു പശുവിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പൊ ഖുർആനിൽ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഓതുന്നുണ്ട്, അല്ലേ? വഇദ് വഅദ്ന മൂസ 40 ലൈല ثم اتخذتم العجل من بعده وأنتم ظالمون. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു 40 നാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ
നിങ്ങൾ ഇസ്രായേല്യർ എന്ത് ചെയ്തു? ഇത്തഖത്തുമുൽ ഇജ്ൽ, പശുക്കുട്ടിയെ സ്വീകരിച്ചു ആരാധ്യ വസ്തുവായിട്ട് മൂസ അലൈഹിസ്സലാം പോയതിനു ശേഷം. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അങ്ങനെ അക്രമികളായി. ഇജ്ൽ എന്ന വാക്ക് ഖുർആനിൽ 8 പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇജ്ലും ബക്കറും കൂടി മൊത്തം 8ഉം 9ഉം 17 തവണ പറയുന്നുണ്ട് അല്ലേ? അതിൽ ഖുർആനിൽ ഏറ്റവും വലിയ സൂറയുടെ പേരാണ് പശു. ഖുർആനിൽ ഒട്ടകമില്ലേ? 20ലേറെ ഇനം ഒട്ടകങ്ങളുണ്ട് ഖുർആനിൽ അല്ലേ? ഇബിലുണ്ട്, ജമലുണ്ട്, ബുദ്ധനുണ്ട്, ഇങ്ങനെ പല പേരിലുണ്ട് ഒട്ടകം. പക്ഷെ ഒട്ടകം എന്ന പേരിൽ ഒരു സൂറ ഇല്ല ഖുർആനിൽ. പശുവാണ് ശരിക്കും അതിനേക്കാൾ മുൻകടന്നിരിക്കുന്നത് അല്ലേ? അന്ന് നമ്മൾ പശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? ഇതെന്ത് മനുഷ്യന്മാരാണ്? ആരെങ്കിലും പശുവിനെ ആരാധിക്കുമോ? പശു ഒരു മൃഗമല്ലേ അല്ലേ? മൃഗമാണ്. പശുവിനെ ആരാധിക്കാം എന്ന് നമ്മൾ ഓർത്ത് ചിരിച്ചിട്ടുണ്ടാവും. ഇവർക്ക് ബുദ്ധിയില്ലേ? ഇതെന്ത് മനുഷ്യന്മാരാണ് ഇവര് എന്നൊരുപാട് ആലോചിച്ചിട്ടുണ്ടാവും ആ കാലത്ത്. ഈജിപ്തിലെ BC 3000 പശുവിനെ മനുഷ്യൻ ആരാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈജിപ്തിൽ. അതുപോലെ മറ്റു പല സംസ്കാരങ്ങളിലും. എന്തായിരിക്കും കാരണം? പശു പാൽ തരുന്നു എന്നുള്ളതാണ് ഒരു കാരണം. പശു നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിമിത്തമാണ്. പശു നിലനിൽപ്പിൻ്റെ നിമിത്തമാണ് അല്ലേ? നമ്മുടെ കാർഷിക വൃത്തിയിൽ പശു ഒരു മുഖ്യ ഇനമാണ് അല്ലേ? നമ്മുടെ കഴിഞ്ഞ തലമുറ എങ്ങനെയാണ് ജീവിച്ചത്? പശുവിനെ ആധാരമാക്കി തന്നെയാണ് അല്ലേ? പശു ഒന്ന് പ്രസവിക്കണം, എന്നിട്ട് വേണം മോളെ കല്യാണം നടത്താൻ അല്ലേ? എന്നിട്ട് വേണം വീട് ഓല മേയാൻ, എന്നിട്ട് വേണം മക്കൾക്ക് സ്കൂളിൽ പുസ്തകം വാങ്ങാൻ അല്ലേ? ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടന്നവരായിരുന്നു പശുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ തലമുറ അല്ലേ? പക്ഷെ നമ്മളിപ്പോൾ മിൽമ പശുവിലേക്ക് മാറി. അപ്പോൾ പശു ശരിക്കും മനുഷ്യൻ്റെ ഭൗതിക നിലനിൽപ്പിൻ്റെ ആധാരമാണ് ഒരർത്ഥത്തിൽ. അത് മെല്ലെ മെല്ലെ പെരുകി പശുവിനോടുള്ള പ്രണയം വർദ്ധിച്ച് അത് ദിവ്യത്വത്തിലേക്ക് മാറിപ്പോയതാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഈജിപ്ത്യൻ ചരിത്രത്തിലൊക്കെ കാണുന്നുണ്ട്. ഈ സീസറും ക്ലിയോപാട്രയൊക്കെ അല്ലേ, ബെർണാഡ് ഷായുടെ, അതുപോലെ ജൂലിയസ് സീസർ. അതിലൊക്കെ എന്താണ് സ്ഫിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഗ്രഹമുണ്ട്, പശുവിൻ്റെ ഉടലും സിംഹത്തിൻ്റെ തലയുമായിട്ട്. അപ്പം അങ്ങനെ പണ്ട് മുതൽക്ക് തന്നെ പശു ഒരു പ്രധാന ഘടകമാണ് മനുഷ്യ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇവരിൽ പശുഭക്തി ഉണ്ടായി അല്ലേ? അപ്പം അതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കുന്ന മാതിരി മൂസ അലൈഹി ഇസ്ലാം 40 നാളിലേക്ക് പോയപ്പോഴാണ് ഇവർ പണി പറ്റിച്ചത്. എന്താ സംഭവം? അവർക്കിടയിൽ ഒരാളുണ്ടായിരുന്നു, സാമിരി എന്നാണ് അയാളുടെ പേര് അല്ലേ? അയാൾ അവരിലെ ഒരു പുരോഹിതനായിട്ട് ചമഞ്ഞ് അയാൾ എന്ത് ചെയ്തു? അയാൾ വയല് പറഞ്ഞു. സ്ത്രീകളോടൊക്കെ ഉള്ള പൊന്നും കൊണ്ടുവരാൻ പറഞ്ഞു, കഴുത്തിലും കാതിലും അയച്ചു തരാൻ പറഞ്ഞു അല്ലേ? അങ്ങനെ എല്ലാവരും അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അത് ഉരുക്കിയിട്ടൊരു പശുവിൻ്റെ രൂപം ഉണ്ടാക്കി. എന്നിട്ടോ അതിൽ ഊതി, അല്ലെങ്കിൽ അതിലേക്ക് കാറ്റ് കടക്കുമ്പോൾ അതിൻ്റെ വാ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ജസദല്ലഹു ഖുവാർ, ഇങ്ങനെ മൊക്കറയിടുന്ന ഒരു ശബ്ദം അത് പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു? ഇത് പടച്ചോൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമോ സാധാരണ പശു? അയാൾ അതിൻ്റെ അകത്തൊരു വിസിൽ വെച്ചിരിക്കണം. മരുഭൂമിയാണ്, അപ്പം കാറ്റടിക്കുമ്പോൾ ഇത് പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര മതിയായിരുന്നു അവർക്ക് ആരാധിക്കാൻ അല്ലേ? അങ്ങനെ അവർ ആരാധിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു പ്രവാചകൻ കൂടെ ഉള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ? എന്താ കാരണം? അവരിൽ വിശ്വാസത്തിൻ്റെ വിശുദ്ധി വളരെ കുറവായിരുന്നു. ഒട്ടും ആഴമില്ലാത്ത തൊലിപ്പുറമേയുള്ള ഒരു വിശ്വാസമാണ് അവർ കൊണ്ടു നടന്നിരുന്നത്. അങ്ങനെ പടച്ചോൻ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തു പറഞ്ഞു? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ
അറുക്കണം എന്ന് പടച്ചോൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവർ ചിരിച്ചു. നീ ഞങ്ങളെ കളിയാക്കാണോ? അതത്തഹിദുന ഹുസുവ എന്ന് ചോദിച്ചു അല്ലേ. മൂസ, നീ ഞങ്ങളെ കളിയാക്കാണോ? ഇത് ഞങ്ങളെ പടച്ചോനല്ലേ, അതിനെ അറുക്കാൻ നീ എന്തിനാ ഞങ്ങളോട് പറയുന്നത്? അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പടച്ചോനിൽ രക്ഷ തേടുന്നുണ്ട്. അവരോട് അറുക്കാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവർ ചോദ്യങ്ങൾ ചോദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്ത് പശുവാണ് മൂസ? ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ലല്ലോ. അത് പ്രായം കുറഞ്ഞതാകരുത്, പ്രായം കൂടിയതാകരുത്, മധ്യ വയസ്സുള്ളത്, അവാനും ബൈന ദാലിക് എന്ന് പറഞ്ഞു. നിങ്ങൾ കൽപ്പിച്ചത് ചെയ്യൂ. അവർ പിന്നെയും ചോദ്യം ചോദിക്കുകയാണ്. അതിന്റെ നിറം എന്താണ് മൂസ? അതെ, നല്ല സ്വർണവർണ്ണമുള്ളതായിരിക്കണം, അത് വേറെ ഒരു പണിക്ക് ഉപയോഗിച്ചതാകരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവരതിനെ അറുക്കേണ്ടി വന്നു എന്നാണ് അല്ലെ. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നൊരു വാചകം എന്താണെന്നറിയാം? ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ൽ ബികുഫ്രിഹിം എന്നാണ്. സത്യനിഷേധത്താൽ അവരുടെ ഹൃദയങ്ങളിൽ ഈ പശു കുടിയിരുത്തപ്പെട്ടു എന്നാണ്. ആ വാക്ക് പ്രത്യേക ഒരു വാക്കാണ്. ശരിബ എന്ന് പറഞ്ഞാൽ എന്താ? കുടിച്ചു എന്നല്ലേ. അഷറബ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നാണ്. പക്ഷെ നമ്മൾ അർത്ഥം പറയാം കുടിയിരുത്തപ്പെട്ടു എന്നാണ്. പണ്ടൊക്കെ വീടിന് കുടി എന്ന് പറയൂലേ, കുടി എന്ന് പറയും, കുടിൽ എന്നും പറയും. അപ്പൊ എന്താ കുടിയിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാല്? ഇപ്പൊ കുടിക്കലുമായിട്ട് അതിനെന്താ ബന്ധം? ഇപ്പൊ ഒരാള് വിഷം കുടിച്ചാൽ എന്താവും? അയാളുടെ ശരീരം മുഴുവനും ഓരോ രോമകൂപങ്ങളിലും ആ വിഷത്തിന്റെ അംശം വന്നു ചേരും. ഒരാൾ ലഹരി കുടിച്ചാൽ അയാൾ ഉന്മത്തനായിട്ട് മാറും അല്ലെ. അതാണ് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഓരോ കോശങ്ങളിലും അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ഈ പശു ഭക്തി നിറഞ്ഞു നിന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ജീവിച്ചു എന്നാ പറയുന്നത്. ഇത് കൗതുകകരമായൊരു കാര്യമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അല്ലേ. ഈ കുറഞ്ഞൊരു കാലത്തിനിടയിൽ ഒരുപക്ഷെ ബാബരി മസ്ജിദിന്റെ പതനം മുതൽക്ക് ഇങ്ങോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ പശു എന്തായി? പശു ദിവ്യത്വത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു പശുവിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണകൂടമുണ്ടായി, ഒരു അധികാര കേന്ദ്രം ഉണ്ടായി. ഇതൊരു തമാശയല്ല അല്ലേ, ഇതൊരു കുട്ടിക്കളിയല്ല, സംഗതി കാര്യത്തിലായി എന്നാ പറഞ്ഞത്. അതാ പറഞ്ഞ നിങ്ങൾ ആദ്യം ചിരിച്ചു, പശുവിനെ മനുഷ്യൻ ആരാധിക്കാം, അവസാനത്തേക്ക് വരുമ്പോൾ ബേജാറാവാൻ തുടങ്ങിയില്ല. ഒറ്റൊരു പശുവാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ എത്ര കാലമായി ഖുർആൻ പഠിക്കുന്ന, പക്ഷെ നമ്മൾ ഈ പശുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാം? ആരും ഇടപെട്ടില്ല. ഏതോ മനുഷ്യന്മാർ ഏതോ കാലത്ത് പശുവിനെ ആരാധിച്ചു എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ മാറ്റിവെച്ചു. വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത് പ്രകടമാകുന്ന ഒരു സംഭവമാണ് ഈ പശുവിൻ്റെ കഥ എന്ന് പറയുന്നത്. ഖുർആൻ കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? അതിൽ കാലവും ദേശവും ഒന്നും ഉണ്ടാവില്ല. ഇനൊരു പറയലാണ്, കൊള്ളുന്നിടത്ത് കൊള്ളട്ടെ എന്നുള്ള രൂപത്തിൽ. പക്ഷെ കൊള്ളും, ശരിക്കും കൊള്ളും അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ഏതാണ്ട് 1500 വർഷങ്ങൾക്കപ്പുറമാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. ആ കാലത്ത് നടന്ന ഒരു സംഭവം, അതിലെ ഒരു പ്രതീകമാകുന്ന പശു വിശുദ്ധ ഖുർആൻ ഇത്ര സജീവമായിട്ട് അവതരിപ്പിച്ചത് എന്തിനാണ്? അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഖുർആൻ പറയുന്ന ചരിത്രം കേവല ചരിത്രമല്ല, ഏതോ ഒരു കാലത്തെ ഒരു കഥയല്ല, ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയില്ല, നമ്മളത് കഥയായിട്ട് മാത്രം കണ്ടു. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു അല്ലേ. ശരിക്കും നമുക്ക് ചില പണിയൊക്കെ എടുത്തുകൂടായിരുന്നോ? ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ മനുഷ്യന്മാർ പശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു, ഈ പശുവിനൊരു നാഥനുണ്ട്, അവനാണ് ഇബാദത്ത് ചെയ്യേണ്ടത് അല്ലേ.
അങ്ങനെ നമ്മൾ കണ്ണൂരിലുള്ളവർ കണ്ണൂരിലെ നമ്മുടെ അയൽവാസികളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലോ കുറേ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അതിന് ശ്രമിച്ചോ? കാര്യമായിട്ടൊന്നും ചെയ്തില്ല അല്ലേ? പശു ഒരു വളർത്തു മൃഗമാകുന്നു എന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചു പോയി. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും ഒരു പശുവിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമത്തെ എല്ലാം അവർ മാറ്റി പണിതിരിക്കുന്നു എന്നുള്ളതാണ്. അതിശയം തോന്നില്ല നിങ്ങൾക്ക്? ഇതെങ്ങനെ സാധിക്കുന്നു? വേറൊരാളിപ്പോൾ ഒരു കഴുതയെ മുൻനിർത്തിയിട്ട് ഇതുപോലെ ശ്രമിച്ചാൽ ചിലപ്പോൾ അയാൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയേക്കും അല്ലേ? പക്ഷെ നമ്മളാണ് കഴുത എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. പൊതുജനം കഴുത എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വെറും ഒരു പശുവിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നല്ല ഒരു വേദഗ്രന്ഥമുണ്ട്. അതിൽ മനുഷ്യൻ എല്ലാ കാലത്തും പ്രയോജനപ്പെടുന്ന അതിമഹത്തരമായ ആദർശമുണ്ട്. വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, ഭരണ മേഖലകളിലെല്ലാം ഏറ്റവും വിജയകരമായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു നിയമസംഹിതയാണത്. പക്ഷെ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. ഉണ്ടോ? ആരും പറയുന്നില്ല. പശു ഭീകരജീവിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതും ആരും പറയുന്നില്ല. പശുവിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു, പക്ഷെ ആരും പറയുന്നില്ല പശു ഭീകരജീവിയാണ്. മറിച്ച് സമാധാനമാകുന്ന ഇസ്ലാം കയ്യിലുള്ള നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, ഒരു ഭീകരജീവി പോകുന്നത് എന്ന് പറയും അല്ലേ? അങ്ങനെയായി കാലം. ആർക്കാ അബദ്ധം പറ്റിയത്? നമുക്ക് തന്നെ അബദ്ധം പറ്റിയത്. നമ്മൾ പശുവിൻ്റെ കഥ വെറും കഥയായിട്ട് കണ്ടു, എന്തോ നടന്നൊരു സംഭവമായിട്ട് കണ്ടു. പക്ഷെ അതേ പശു ഇന്ന് ആലയിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്നു അല്ലേ? രണ്ട് കൊമ്പിട്ട് അതിങ്ങനെ കൊണിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കാം. സംഭവിച്ചത് മറ്റൊന്നുമല്ല, അവർ പശുവിനെ മാർക്കറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ പശുവാകുന്ന ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല. ഇതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കഥ. കഥ കഴിഞ്ഞു അല്ലേ? ആരെ കഥ? നമ്മളെ കഥ. പശുവിൻ്റെ കഥയാ? പശുവിൻ്റെ കഥ തുടരുകയാണ്. നമ്മളെ കഥ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് പറയാനുള്ളത്, ഖുർആൻ പഠിക്കുമ്പോൾ, നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സാണ്, ഖുർആൻ പഠിക്കുമ്പോൾ കഥയായി കാണരുത്. അതേ കഥ പുതിയ കാലത്ത് പുതിയ ശൈലിയിൽ പുനരവതരിപ്പിക്കപ്പെടും എന്ന് മനസ്സിലാക്കണം എന്നതാണ്. രണ്ടാമത്തെ കഥ ഒരു കുരങ്ങിൻ്റെ കഥയാണ് അല്ലേ? കുരങ്ങിൻ്റെ കഥയാണ് രണ്ടാമത്തെ കഥ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കുരങ്ങിനെ കുറിച്ച് പറയുന്നു. എന്താ പറഞ്ഞത്? കൂനു ഖിറദത്തൻ ഖാസിഈൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. 2 സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ഒരു കുരങ്ങ് ഖുർആനിൻ്റെ അകത്ത് കയറിക്കൂടി. സൂറത്തുൽ ആറാഫിലാണ് സംഭവം പറയുന്നത് അല്ലേ? അസ്ഹാബുൽ ഐല എന്നൊരു നാടിനെ കുറിച്ച് പറയുന്നു. ഐല എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളൊരു മീനാണ്. ആ മീനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാടിൻ്റെ കഥയും. അതെങ്ങനെയാണ് ഒരുപോലെ ആയെന്ന് അറിയില്ല. സംഭവം അറിയില്ലേ? ഇസ്രായേലിയരോട് ശനിയാഴ്ച സാബത്ത് നാളിൽ, അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ദിവസമാണ്. അന്നത്തെ ദിവസം വേറെ ഭൗതികമായ ഒരു കാര്യത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി അല്ലേ? കടപ്പുറത്തേക്ക് പോയി. ശനിയാഴ്ച ദിവസത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അവരോട് പോകരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവരെന്ത് ചെയ്തു? ഒരുപക്ഷെ അവരിലെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തതായിരിക്കാം, ഒരു മസ്അല പറഞ്ഞു കൊടുത്തു. എന്താണ്? മീൻ പിടിക്കരുതെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ആരും മീൻ പിടിക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം? കടലിൻ്റെ കുറച്ചകലെയായിട്ടൊരു കുളം കുത്താം, എന്നിട്ട് അതിലേക്കൊരു ചാല് കയറി കൊടുക്കാം. അപ്പോൾ മത്സ്യങ്ങൾ ചാകരയായിട്ട് വരുമ്പോൾ അതിങ്ങനെ ആ ചാലിലൂടെ വന്ന് ആ കുളത്തിലേക്ക് വന്നോട്ടെ. നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ലല്ലോ അല്ലേ?
അങ്ങനെ കുളത്തിൽ മീൻ നിറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു തടയിടാം, അതിനൊരു തടസ്സം വെച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു അവരോട്. അങ്ങനെയൊക്കെ അല്ലേ പലതരം മസാലകൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്താണ്. മീൻ പിടിച്ചില്ല. അതേ സമയത്ത് നമുക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച പോയിട്ട് മീൻ ഒന്നായിട്ട് വാരി എടുക്കാമല്ലോ, ഇങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തത്. ആ ശനിയാഴ്ച ദിവസം ശുർഅൻ എന്നാ ഖുർആൻ പറയുന്നത്. മീനിങ്ങനെ മതിച്ച് പൊളച്ച് ചാകരയായിട്ട് കരയിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് മീന്. ആരായാലും കൺട്രോൾ വിട്ടു പോകില്ലേ? അതാണ് സംഭവിച്ചത്. അങ്ങനെ അവർ മീനിനെ മുഴുവനും കരയിലേക്ക് കയറ്റി നിർത്തി. ഇത്ര അവർ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തില്ല. അപ്പൊ ആ നാട്ടുകാർ 3 തരം ആളുകളായിട്ട് മാറി എന്ന് ഖുർആൻ പറയുന്നു. അതിൽ ഒരു കൂട്ടർ മീൻ പിടിക്കാൻ പോയവരാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച് മീൻ പിടിക്കാൻ പോയി. രണ്ടാമത്തെ കൂട്ടരോ, അവരിങ്ങനെ ലൈവായിട്ട് നോക്കി നിന്ന് മൊബൈലൊക്കെ പകർത്തുന്നുണ്ടാവും അല്ലെ. ചാകര വരുമ്പോൾ നമ്മളൊക്കെ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കൂലേ, വീഡിയോ ഒക്കെ ചെയ്യും അല്ലേ. ഇതുപോലെ അവർ വീഡിയോ ചെയ്തു. അവരെന്താ പറഞ്ഞത്? ഇവരെ നന്നാക്കാനൊന്നും പോകണ്ട. ലിമ തഅലൂന ഖൗമലില്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അല്ലാഹു തആല ഇവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവരോട് വഅദ് പറയാനൊന്നും പോകണ്ട കേട്ടോ. ലിമ തഅലൂൻ, നിങ്ങൾ എന്തിനു വഅദ് പറയണം എന്ന് ചോദിച്ചു. അവരിങ്ങനെ മാറി നിന്നിട്ട് മീൻ പിടിക്കുന്നത് കാണുകയാണ്. അവർ മീൻ പിടിച്ചൊന്നുമില്ല. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ മീൻ പിടിക്കുന്നവരുടെ പിന്നാലെ പോയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യല്ലേ, പടച്ചോന്റെ ശിക്ഷ വരും, അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, എല്ലാവരും പള്ളിയിലേക്ക് പോകൂ, പ്രാർത്ഥനയിൽ ഏർപ്പെടൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ ആൾക്കാരെ വിലക്കുന്നവരായിരുന്നു മറ്റേ കൂട്ടർ അല്ലേ. ഇപ്പം 3 കൂട്ടരുണ്ടായി. ഒന്ന് മീൻ പിടിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചവര്, രണ്ടാമത്തേത് അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നവര്, മൂന്നാമത്തേത് എന്തിനു ഉപദേശിക്കണം എന്ന് പറഞ്ഞ് മാറി നിന്ന ആൾക്കാർ. ഇങ്ങനെ 3 കൂട്ടരായിട്ട് അവർ മാറി. എന്താ അവസാനം സംഭവിച്ചത്? ഈ ഉപദേശിച്ചവരല്ലാത്തവരെ എല്ലാം അല്ലാഹു തആല ശിക്ഷിച്ചു എന്നാ പറയുന്നത്. അവരോടാ പറഞ്ഞത്, കൂനൂ ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളാകുവിൻ എന്നാ പറഞ്ഞത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും ശരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാ? ഈ ആൾക്കാരില്ലേ, മീൻ പിടിച്ച ആൾക്കാർ മീനിങ്ങനെ കിറ്റിലാക്കിയിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ ഇവരുടെ കോലം കുരങ്ങിൻ്റെതായി മാറിയിരിക്കുന്നു. ഇവർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മനുഷ്യൻ തന്നെയാണ്. പക്ഷേ വീട്ടുകാർ ഇവരെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കാൻ. ഒരു കുരങ്ങ് കിറ്റിൽ മീനുമായിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ഇവരുടെ മനസ്സ് മനുഷ്യൻ്റെതാണ്, കോലം കുരങ്ങിൻ്റെത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ പറയുന്നത്. ഇനി മറിച്ചും പറയുന്നുണ്ട്, രൂപം മനുഷ്യൻ്റേതും മനസ്സ് കുരങ്ങിൻ്റേതും. എന്താ പറയല്ലേ, പെട്ടെന്ന് സംഭവിച്ചൊരു മാറ്റമാണ് ഇത്. മറ്റേ AI നിർമ്മിച്ച ചിത്രമൊന്നുമല്ല, ഒറിജിനലാ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. ആ നാടകം അട്ടിമറിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ. വീട്ടുകാരിറങ്ങി ഓടിയിട്ടുണ്ടാവും. ഭാര്യ ഭർത്താവിനെ വേണ്ടാന്ന് പറയുന്നു. ഇങ്ങനത്തെ വാപ്പാന് ഞങ്ങൾക്ക് വേണ്ടാന്ന് മക്കൾ പറയുന്നു അല്ലേ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? നാടകം അട്ടിമറിഞ്ഞു പോയി. എന്താ സംഭവം? അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു, അല്ലെങ്കിൽ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. നമ്മളൊന്നും ചെയ്തില്ലല്ലോ, മീൻ പിടിച്ചിട്ടൊന്നുമില്ല, തൽക്കാലം സംഗതി ഒന്ന് ഷെഡിൽ കയറ്റി നിർത്തിയിട്ടല്ലേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ എന്തായി? പടച്ചോൻ അവരെ കുരങ്ങാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, കുരങ്ങ് കളിപ്പിക്കാമെന്നൊരു പ്രയോഗമുണ്ടല്ലേ, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. അവരെ പടച്ചോൻ അങ്ങനെയാക്കി മാറ്റി എന്നാണ് വിശുദ്ധ ഖുർആൻ ആ പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ കഥ കേൾക്കുമ്പോൾ അല്ലേ? നമ്മളല്ലല്ലോ, വേറെ ഏതോ ഒരു കൂട്ടരല്ലേ, അതുകൊണ്ട് നമുക്ക് ചിരിക്കാം. ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ട് മലയാളത്തിലെ അല്ലേ. കൂനൂ ഖിറദത്തൻ ഖാസിഈൻ.
ഇനി നമുക്ക് സംഭവ ലോകത്തേക്ക് തിരിച്ചു വരാം. ഇവരെന്താ ചെയ്തത്? ഇവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒരു മസാല പ്രശ്നമാണ് ശരിക്കും. മീൻ പിടിച്ചിട്ടൊന്നുമില്ല, കൈ മീൻ മണക്കുന്നൊന്നുമില്ല, മീനിന് വേണ്ടിയിട്ടൊരു ചാല് കീറി കൊടുത്ത പണി മാത്രം അവർ ചെയ്തത്. അവർ പിറ്റേ ദിവസമാണ് മീൻ പിടിച്ചത്. പിന്നെ എന്താ പ്രശ്നം ശരിക്കും? അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അവർ വെള്ളം ചേർത്തു എന്നുള്ളതാണ് അല്ലേ? അതവർ ചെയ്തത്. അത് ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പ്രയോഗിച്ചതാണ്, ഒരു കുറുക്ക് വഴി കണ്ടെത്തിയതാണ് അവർ. അങ്ങനെ പല മസാലയും പറയൂലേ, തമാശ പറയല്ലേ? സാധാരണ ഒരു ഉസ്താദിനോട് പോയി ചോദിച്ചൊരു തമാശയല്ലേ, ഒലക്ക വീണ് ചത്ത കോഴീൻ്റെ കറി കൂട്ടാവോ എന്ന് ചോദിച്ചല്ലേ ഉസ്താദിനോട് അല്ലേ? ഒലക്ക വീണിട്ട് ചത്തുപോയ കോഴിയാണ്, അതിനെ കറി വെച്ചാൽ ആ കറി കൂട്ടാവോ? തമാശക്ക് ഉസ്താദ് എന്താ പറഞ്ഞത്? കറി കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ? കറിയല്ലേ, കഷ്ണം കൂട്ടിയില്ലല്ല. ഇനി അഥവാ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കഷ്ണം വീഴാണെങ്കിലോ? വീഴുന്നത് വീണോട്ടെ, നമ്മളായിട്ട് എടുത്തതല്ലല്ലോ, വീഴുന്നത് വീണോട്ടെ, അതിനെ തടയണ്ടെന്ന് പറഞ്ഞെന്ന്. ഇങ്ങനെയാ മസാല എന്ന് പറഞ്ഞതുപോലെ ഒരു കുറുക്ക് വഴി കാണിച്ചു കൊടുത്ത് മാത്രമാണ് ഇവർ. പക്ഷെ അള്ളാഹു അവരെ കുരങ്ങുകളാക്കി മാറ്റി. നിങ്ങൾ അറിയോ, ലോകത്ത് ഏറ്റവും കൂടുതൽ കുരങ്ങുകൾ എവിടെയോ? ഒന്ന് ഇന്ത്യയിലാണെന്ന കണക്കുകൾ പറയുന്നത്. 5 കോടി കുരങ്ങുണ്ട് ഇന്ത്യയിൽ. പിന്നെയുള്ള എവിടെയാണെന്നറിയോ? ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിലാണ് ധാരാളം കുരങ്ങുകളുള്ളത്. ഗൾഫിലെ ചില തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ കുരങ്ങുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ കുറവാണ് അറേബ്യയിൽ കുരങ്ങ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കുരങ്ങ്. അതിൽ മനുഷ്യക്കുരങ്ങ് എന്നിട്ട് കുരങ്ങുണ്ടല്ലേ, ചിമ്പാൻസി എന്ന് പറയും. പക്ഷെ ഖുർആൻ പറഞ്ഞത് ഒറിജിനൽ മനുഷ്യക്കുരങ്ങാണ് അല്ലേ? മനുഷ്യൻ കുരങ്ങായി മാറിയ സംഭവമാണ്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയെന്നറിയോ? നമ്മുടെ രാജ്യത്താണ് അല്ലേ? നേരത്തെ പറഞ്ഞ പശുവിൻ്റെ ആൾക്കാർ നമ്മളോട് പറയാണ്, തെരുവ് സർക്കസുകാരൻ പറയും പോലെ, ചാടട കുരങ്ങ ആടട കുരങ്ങാൻ. ആരോട്? നമ്മളോട്. അതിനവർ ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് പറയാം. CAANRCSIR. ഉണ്ടോ? നിങ്ങൾ ചാടാൻ തുടങ്ങിയില്ലേ? ഉറങ്ങുന്നവരൊക്കെ എണീറ്റ് കണ്ടില്ലേ? നോക്ക്, എല്ലാവരും ചാടി എണീറ്റ്. അതാണ് ചാടട കുരങ്ങ ഓടട കുരങ്ങ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ? ആദ്യം പറഞ്ഞ കുരങ്ങ് ഇസ്രയേലിലായിരുന്നു, ഇപ്പൊ പറഞ്ഞ കുരങ്ങ് നമ്മളാണ്. നമ്മളെ കൊണ്ട് ശരിക്കും ഈ പശുവിൻ്റെ ആൾക്കാർ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി എന്തായിരിക്കും അടുത്ത നിയമം ഇവർ പടച്ചുണ്ടാക്കാൻ പോകുന്നത്? പറയാൻ സാധ്യമല്ല. എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കുക, ക്യൂ നിൽക്കുക, ബേജാറാവുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ആ അവസ്ഥയിലായി നമ്മളല്ലേ? എത്ര ഇസ്സത്തുള്ള ആൾക്കാരായിരുന്നു. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ആഗോളതലത്തിൽ ആലോചിച്ചാൽ അമേരിക്കയും ഇസ്രയേലും അറബ് ലോകത്തെ കൊണ്ടും ലോക മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടും കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പെട്ടെന്ന് വെടിനിർത്തൽ, പിന്നെയും ബോംബിടൽ, പിന്നെയും വെടിനിർത്തൽ. എന്താ അയാൾ പറഞ്ഞത്? വേണമെങ്കിൽ ഒന്നിച്ച് ആ കബറടക്കം നടക്കുമ്പോൾ സകലതിനെയും ബോംബിട്ട് ഇല്ലാതാക്കിയെന്നെ. ആരെങ്കിലും മിണ്ടിയോ? ആരും മിണ്ടിയില്ല. നമ്മളൊക്കെ കുരങ്ങായി മാറിപ്പോയി. നിങ്ങൾ ശരിക്കൊന്ന് നോക്ക്, കണ്ണാടിയിൽ മാറ്റം ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിടക്ക്. അമ്മാതിരി കളിയാ കളിപ്പിക്കുന്നത്. എന്താ കാരണം? അതിൻ്റെ കാരണം സൂറത്തുൽ ബഖറ 85. അതാണ് നമ്മുടെ വിഷയം. സൂറത്തുൽ ബഖറ 85 അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയാം? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഈ കിതാബിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ ചിലത് വിശ്വസിക്കുകയും പലതും അവിശ്വസിക്കുകയുമാണോ നിങ്ങൾ? ഇതാ ചോദ്യം. ഖുർആൻ കൊള്ളാട്ടോ. നിസ്കരിക്കുമ്പോൾ നേരത്തെ ഇമാം ഓതിയ വല്ലാത്ത രോഗത്തല്ലേ, ഞാൻ ശരിക്കും അതിനങ്ങ് പെട്ടുപോയി. അദ്ദേഹം ഇവിടെ വന്ന് പിന്നെ ഓതി. നിങ്ങൾ കേട്ടില്ലേ? അകപ്പെടുക എന്ന് പറയുന്ന മാതിരി പെട്ടുപോയി, അകത്ത്. അമ്മാതിരി ഓത്താൻ കേട്ടു നിൽക്കാൻ നല്ല രസമാണ്. അത് ഈമാൻ, ഖുർആനിൽ ഒരു ഈമാനിൻ്റെ ഭാഗമാണത്. നിസ്കരിക്കാനും കേൾക്കാനൊക്കെ സുഖമുള്ളൊരു ഖുർആനാണ്.
വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ എന്താണ് ഈ ഖുർആനിനെ മുഴുവനായും വിശ്വസിക്കാത്തത്? ഒരു ഭാഗം കുഴപ്പമില്ല, നിസ്കാരത്ത് കേൾക്കാൻ, മനഃപ്പാടമാക്കാൻ, ഇതുപോലെ ക്ലാസ്സിൽ കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പറയുമ്പോഴോ അതിപ്പം നടക്കോ? നമ്മൾ കുരങ്ങ് കളി തുടങ്ങി. നമ്മൾ കുരങ്ങ് കളിച്ചപ്പോൾ പഠിച്ചോ നമ്മളെ കുരങ്ങാക്കിയതാണ്. കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. എന്താ സംഭവിക്കുക അല്ലേ? ആ പൂമാല ചിന്നിച്ചിതറി അത് നിലത്ത് വീണ് ചിതറിപ്പോവും. ഇതാ സംഭവിക്കാം. അള്ളാന്റെ ദീന് ഒറ്റ ദീനാണ്. അത് 6236 ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കുരങ്ങിൻ്റെ മാതിരി അതിൽ ചിലത് എടുത്ത് ചിലത് ഒഴിവാക്കി എന്നുള്ളതാ സംഭവിച്ചത്. അതാ അള്ളാഹു ഒറ്റ കാരണം പറഞ്ഞത്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തിദ് ദുനിയ. നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഈ ദുനിയാവിൽ നിങ്ങൾ നിന്ദ്യരാകും, അപമാനിതരാകും. നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാ? ലോക ജനസംഖ്യയിൽ 1/4 നിങ്ങളുണ്ട് അല്ലേ? 65 രാജ്യങ്ങളുണ്ട് നിങ്ങളുടെ പേരിൽ. ഒരുപാട് ആയുധ ശേഖരങ്ങളുള്ള വൻ മിലിട്ടറികളുണ്ട്. വലിയ സാമ്പത്തിക ശേഷിയുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടില്ലേ, ഇറാനിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? $300 ബില്യൺ എങ്ങാണ്ട കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ? അത് ഗൾഫ് നാടുകളെ കൊണ്ടാണ് അത്ര കൊടുപ്പിക്കുക. അത് ഉള്ളിലുള്ളൊരു രഹസ്യമാണ്. ചിലരൊക്കെ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കുരങ്ങ് കളിയാണ്. അത്രയും കാശ് നമ്മുടെ കയ്യിൽ. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ചാടട കുരങ്ങ് ഓടട കുരങ്ങ് എന്ന അവസ്ഥയിലാണ് നമ്മൾ. ഇതാണ് പടച്ചോൻ പറയുന്ന രണ്ടാമത്തെ കഥ. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. നാളെ പരലോകത്ത് അതികഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അശ്രദ്ധനല്ല എന്ന് പറയുന്നു. വല്ലാത്തൊരു കാലമല്ലേ? ശരിക്കും നമ്മൾ കുരങ്ങ് കളിക്കുന്ന കാലമാണിത്. ഇപ്പോൾ കുരങ്ങുകൾ ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിലല്ല, നമ്മുടെ നാട്ടിൽ മനുഷ്യക്കുരങ്ങുകളായ നമ്മളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കുരങ്ങായി മാറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കരയേണ്ടി വരും ഈ കഥയുടെ അവസാന ഘട്ടത്തിൽ അല്ലേ? ആലോചിച്ച് നോക്കാം. ഇപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഖുർആൻ ടോക്കാണ് നടത്തുന്നത്. വീണ്ടും ഖുർആൻ ഇതേപോലെ ആശയങ്ങളെ പഠിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടുന്നത്. അതിൽ തീരുമാനിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് മുഴുവനും പകർത്താനുള്ളതാണ്. പിന്നെ സന്ദർഭവും സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ മുഴുവനും എനിക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത് വളരെ പ്രധാനമാണ്. ഈ ഖുർആൻ മുഴുവനും എനിക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താനുള്ളതാണ്. എല്ലാം ഒരേ സമയത്ത് സാധിച്ചില്ലെങ്കിലും മുഴുവനും ഉൾക്കൊള്ളുകയും ഇത് നടപ്പിൽ വരുന്ന ഒരു ലോകം സ്വപ്നം കാണുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഹാളിൽ പലപ്പോഴായിട്ട് പല തരത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അതിൽ പലതിലും നമ്മൾ പങ്കാളികളായിട്ടുണ്ടാവും. അതേ സമയത്ത് ഈ ഒരു ബോധ്യം നമ്മിൽ ഉണ്ടാവണം. ഇത് മുഴുവൻ വിശ്വസിക്കാനുള്ളതാണ്. ചിലത് വിശ്വസിക്കാനും ചിലത് അവിശ്വസിക്കാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനും ഉള്ളതല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പം അതിനാൽ ഈ പശുവിൻ്റെ കൊമ്പിൽ നമ്മുടെ രാജ്യം നിലകൊള്ളുന്ന ഈ കാലത്ത് കുരങ്ങുകളാകുന്ന അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെട്ടേ പറ്റും. ഒരുപക്ഷെ ഇന്ന് അങ്ങനെ കുരങ്ങാകാൻ നിന്നു കൊടുക്കാത്ത ഒരു രാജ്യം ഇറാനായിരിക്കും അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ ഒരു ധീരമായ നിലപാട് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. എന്നെ ആർക്കും അങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ കഴിയില്ല. ഞാൻ അള്ളാഹുവിന് മാത്രം വഴിപ്പെടുന്ന ആളാണ്. ഇനി നിർബന്ധിത സാഹചര്യങ്ങൾ വന്നാൽ പോലും എൻ്റെ അകം, എൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി,
ഞാൻ ആർക്കും കൈവിട്ട് കൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനം നമ്മിൽ ഉണ്ടായേ പറ്റും. എങ്കിലാണ് ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥയും കാര്യവും ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാമിനെ യഥാവിധി അറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യ സമൂഹത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴി നടത്തുവാൻ, പ്രബോധന രംഗത്ത് സജീവമാകുവാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അള്ളാഹുവെ, ഇസ്സത്തും ഖുവ്വത്തുമുള്ള ഉമ്മത്തായിട്ട് ഞങ്ങളെ നീ നിലനിർത്തണേ റബ്ബേ. ഏതൊരു ഇസ്സത്താണോ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അത് വീണ്ടെടുക്കുവാൻ, വിശുദ്ധ ഖുർആനിനെ ആയുധമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഇവിടെ സമ്മാനദാനം നടക്കാൻ പോവാണ്. അടുത്തതായിട്ട് 10th-ലും +2-ലും ഡിഗ്രി തലത്തിലൊക്കെ വിജയം വരിച്ചിട്ടുള്ള നമ്മുടെ മക്കൾക്ക്, വിദ്യാർത്ഥിനികൾക്കുള്ള സമ്മാനങ്ങളാണ് നൽകപ്പെടുന്നത്. പഠിച്ച തമ്പുരാൻ നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും നന്നായി പഠിക്കാനും വളരാനും ഉന്നതങ്ങളിൽ എത്തിച്ചേരാനും അഭിമാനബോധത്തോടെ ജീവിതം നയിക്കാനും ഹലാലായ ഉപജീവന മാർഗങ്ങൾ നേടിയെടുക്കാനും അതിലുപരിയായിട്ട് ഇതിനെല്ലാം അവസരം തന്ന പടച്ച തമ്പുരാനോട് ശുക്റുള്ള ഒരു തലമുറയായി മാറാനും അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കണേ റബ്ബെ. ഈ ലിബറൽ കാലത്ത് നിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബഷീർ മൊയ്തീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ താവക്കര ഹൽക്കയുടെ മെമ്പേഴ്സിൻ്റെ ഫാമിലിയിലൊക്കെ നല്ല ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇങ്ങനൊരു സമ്മാനദാനം നടത്താറുണ്ട്. ഇപ്പോൾ ഇതിലിപ്പം 5 കുട്ടികൾ 10th കഴിഞ്ഞവരാണ്. 6 കുട്ടികൾ, 3 പേര് 12th-ഉം പിന്നെ 4 പേര് ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികളാണ്. ഞാൻ ഒരാളായിട്ട് വിളിക്കാം. ബഷീർ സാഹിബിനെ ഞാൻ ഇത് സമ്മാനം കൊടുക്കുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ആദ്യമായിട്ട് 10th ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായ മിഷാൽ മുഹമ്മദ്, സൺ ഓഫ് ഡോക്ടർ പി മുഹമ്മദ് മുഷ്താഖ്, നമ്മുടെ അൽക്കയിലുള്ള മുഷ്താഖ് ഡോക്ടറുടെ മകനാണ്. വിശാൽ നല്ലൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനും കൂടിയാണ്. നമ്മളൊരു ടൂർ പോയപ്പോൾ എന്താ താല്പര്യം ഉണ്ടായപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഞങ്ങൾ സമ്മാനം വാങ്ങിച്ചവർ അവിടെ തന്നെ നിൽക്കാം, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവസാനം. അടുത്തത് ഇഷാൻ അനീസ് മൊയ്തു, സൺ ഓഫ് അനീസ് പള്ളിപ്പാത്ത്. ഇഷാൻ അവൻ്റെ സ്കൂളിൽ 2nd ടോപ്പറായിരുന്നു ക്ലാസ്സിൽ, സ്കൂളിൽ പഠിച്ച സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ്. അടുത്തത് ഹാനി ഷക്കീർ മൊയ്തു, സൺ ഓഫ് ഷക്കീർ പള്ളിപ്പാത്തിൻ്റെ മകൻ. ആളുണ്ടോ? അവിടെ ഉണ്ടോ? ഉമ്മ ഉണ്ടോ? വാ. ഹാനി അവിടെ? ഹാനിയുടെ ബ്രദറാ? ഹാനിന്റെ ബ്രദറാണ്. ഹാനിക്ക് വേണ്ടി പാരൻസും കൂടി വരുത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. പാരൻസ് ഉള്ളവർ ഇവിടെ വരിക. എനിക്ക് ഇവിടെ ഹാനി ഷക്കീറിന്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉമ്മാനെ വിളിക്കും.
അടുത്തത് നഷ്വ സൈനബ്, ഡോട്ടർ ഓഫ് ഗഫൂർ പുന്നാട്. ഗഫൂർ പുന്നാട് നമ്മുടെ ഹൽക്കയിലുണ്ടാകുന്ന പോലീസ്. ഇതേ പ്രാവശ്യം ഹജ്ജിനൊക്കെ പോയി വന്നാണ്. ഹജ്ജിന് ഡ്യൂട്ടി ഡെപ്യൂട്ടേഷൻ. ഉമ്മയില്ല അവിടെ, ഉമ്മയില്ല, ഉമ്മാനെ വിളിക്കുക. ഉമ്മ എല്ലാ നമ്മളെ ഖുറാൻ ക്ലാസ്സിന് എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് വരുന്നുണ്ട്. വാ വാ. തളാബ് സ്കൂളിലെ ടീച്ചറാണ്. ഇദ്ദേഹം ഇപ്പോൾ അടുത്ത ഹജ്ജ് ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടിയിൽ പോയിട്ട് വന്നായിരുന്നു, ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക്. അടുത്തത് മുഹമ്മദ് മിദ്ലാജ്, സൺ ഓഫ് മെഹ്റൂബ് PK. വന്നിട്ടില്ല നിങ്ങള്? മിദ്ലാജ് മെഹ്റൂഫ്. ഇത് 10th പാസ്സായ കുട്ടികളുടെ ലിസ്റ്റ് കഴിഞ്ഞു. അല്ല, ഒരാളും കൂടിയുണ്ട്, സോറി. സിയ ഹാഷിർ, ഡോട്ടർ ഓഫ് KP ഹാഷിർ. KP അസീസ് ഖാന്റെ മകനാണ് ആഷിർ. KP അല്ല, മകനാണ് ഇത് ആഷിർ. ആഷിർ എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. സിയ എൻ്റെ സിസ്റ്റർ മോളാണ്. സിയ ഇവിടെ ഇല്ല, കോഴിക്കോട് MES ഇപ്പം +2 കാണും. അവള് ജിദ്ദയിലായിരുന്നു പഠിച്ചത്. ജിദ്ദയിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞിട്ട് കോഴിക്കോട് ചേർന്നു. അടുത്തത് 12th ആണ് അസ്ര സൈനബ്, എൻ്റെ മോളാണ്. അവള് ഉമ്മ റോഷൻ കൂടെ വന്നോ? റോഷന് കൂടെ വന്നോളൂ. അസ്ര സൈനബ് ഇപ്പോൾ അവള് 12th കഴിഞ്ഞു കോഴിക്കോട് ദേവഗിരിന്ന്. അടുത്തത് സുഹ ഷക്കീർ മൊയ്തു, ഡോട്ടർ ഓഫ് ഷക്കീർ പള്ളിപ്പത്ത്. ഉമ്മ വാ, ഉമ്മ കൂടെ വാ. നേരത്തെ മകന്റെ കൂടെ വന്നില്ല, മകളുടെ വാ. ട്വൽത്ത് എവിടെയായിരുന്നു കഴിഞ്ഞ? ഷാർജയിലൊക്കെ. അടുത്തത് സിദ്ര അബ്ദുസലാം, ഡോട്ടർ ഓഫ് ഡോക്ടർ അബ്ദുസലാം ഒളയാറ്റ്, നമ്മുടെ ഹൽക്ക മെമ്പറാണ്. മൂപ്പര് ദുബായ് ബേസ്ഡ് ആണ്. വാ സലാം സാഹിബ്, ഇങ്ങോട്ട് വാ. ഉമ്മ ഉണ്ട് ഇവിടെ, ഉമ്മ ഉണ്ട്. ഉമ്മയും വാ. ഇങ്ങളും വാ, നിങ്ങൾ വാ. മുട്ടുവേനാ? ഓക്കെ. പുറത്തായിരിക്കില്ല പഠിച്ചല്ലേ? പുറത്തല്ലേ? ദുബായ് പഠിച്ചല്ല? ഷാർജ. ആള് +2 അമേരിക്കൻ സിലബസ് അവിടെ ഷാർജയിലായിരുന്നു പഠിച്ചത്. അടുത്തത് ഡിഗ്രി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണ്. ആദ്യമായിട്ട് റസ്ലി KP, BCom ടാക്സ് ആൻഡ് ഫിനാൻസ് ആണ്. നമ്മുടെ ഡോട്ടർ ഓഫ് KP അയ്യൂബ്, താജുദ്ദീൻ ഡോക്ടർ പെങ്ങളെ മോളാണ്. അടുത്തത് നമ്മുടെ ഇവിടുത്തെ ഹാരിസ് സാഹിബിന്റെ മകള് ഫാത്തിമ ഹിഫ്ന, BCom CA ഫ്രം സർ സയ്യിദ് കോളേജ്. അവിടെ നമ്മളെല്ലാ ഖുറാൻ ക്ലാസിന്റെ പോസ്റ്ററൊക്കെ ഇയാളാണ് ആക്കല്. നമ്മുടെ BCom കഴിഞ്ഞു, ഇപ്പം BKCA കഴിഞ്ഞു. അടുത്തത് മുഹമ്മദ് ജസ, MBBS കൈറോ, ഈജിപ്തിൽ നിന്ന് MBBS ഇപ്പൊ കഴിഞ്ഞാണ്. നമ്മുടെ താജുദ്ദീൻ ഡോക്ടർ മകനാണ്. അവസാനമായി നഷ്വ ഉമ്മർ, BTech ടോപ്പ് സ്കോറർ ആയിരുന്നു. BTech IT ആണ് കഴിഞ്ഞത്. ഡോട്ടർ ഓഫ് ഉമ്മർ കുട്ടി, നഷ്വ ഉമ്മർ. ഉമ്മാനെ വിളിക്ക്.
മണിക്കൂട്ട്. ആള് ബിടെക് IT ടോപ്പ് സ്കോററാണ്. എവിടെ നിന്നായിരുന്നു മോളെ? ബിടെക് രാജഗിരി, എറണാകുളം. മാഷാ അല്ലാ, എല്ലാവരും നല്ല നിലയിൽ എത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തിട്ട് പിരിയാം. എല്ലാവരും സമ്മാനം കിട്ടിയവരൊക്കെ ഇവിടെ മേലെ കയറിക്കും. അടുത്തടുത്ത് നിന്നോളൂ. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. സ്റ്റാൻഡ് മാറ്റാം. ഇന്ന് ക്ലാസ്സിന് എത്തിച്ചേർന്ന എല്ലാവർക്കും, ബഷീർ സാഹിബിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാ എല്ലാ മാസവും രണ്ടാമത്തെ വ്യാഴാഴ്ച ഖുർആൻ ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടംപററി ടോപ്പിക്സ് ആയിരിക്കും. ഇന്ന് സൂറത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതേ ഒരു പങ്കാളിത്തം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇൻഷാ അല്ലാ ഈ ഒരു ഉദ്യമം നല്ല സക്സസ്ഫുൾ ആക്കി തരട്ടെ അല്ലാഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാ അടുത്ത കൊല്ലത്തെ 2027 ഹജ്ജ് നമ്മളെ ബഷീർ മൊയ്തീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ഗ്രൂപ്പായിട്ട് പുറപ്പെടുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അസ്സലാമു അലൈക്കും. ഒരു ചെറിയൊരു അനൗൺസ്മെന്റും കൂടി. ഇവിടെ പീപ്പിൾ ഫൗണ്ടേഷന്റെ മിന കൾച്ചറൽ സെന്റർ കണ്ണോത്തുചാൽ, അവിടെ ഒരു ആശ്വാസ് ഹാപ്പിനെസ് സെന്റർ, അതായത് കുടുംബത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ, കൗമാര പ്രശ്നങ്ങൾ, പഠന വൈകല്യം, വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നിവയൊക്കെയുള്ള കൗൺസിലിങ്ങിന് ലഭ്യമാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മളെ മിക്കവാറും കൗൺസിലിങ്ങിനൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് ഒരു സെൻറ്റർ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അടുത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഇല്ല. നമ്മൾ ഹൃദയാരാം ഇങ്ങനെയുള്ള കന്യാസ്ത്രീകൾ നടത്തുന്ന അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളിലേക്കാണ് അയക്കൽ. നമുക്കൊരു റിലീജിയൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്റർ എല്ലാ ചൊവ്വാഴ്ചയും 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മിന കൾച്ചറൽ സെൻറ്റർ കണ്ണോത്തുചാലിൽ നടക്കുന്നുണ്ട്. ഹാരിസ് മഹമ്മൂദാണ് ഒരു കൗൺസിലർ, മറ്റേ ആള് ഫാത്തിമ മക്തൂം, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, MSc സൈക്കോളജി. ഇവർ രണ്ടുപേരുടെയും സേവനം മിന കൾച്ചറിൽ ലഭ്യമാണ്. ഇപ്പോൾ ആരെങ്കിലും എവിടെയാണ് കൗൺസിലിങ്ങിന് അയക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ ഉണ്ട്. മിന കൾച്ചറൽ സെൻറ്റർ എവറി ട്യൂസ്ഡേ 10 AM to 4 PM. നാളെ ജുമാക്ക് ശേഷമാണ് ഉദ്ഘാടനം. ഇതിൽ പിന്നെ ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്ററായിട്ട് വരും. ജസ്റ്റ് എല്ലാവരും ശ്രദ്ധപ്പെടുത്തിയെന്ന് വരും. അങ്ങനെയാണ്. ഓക്കെ. ആ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വേണം ആരെങ്കിലും അയക്കാൻ. അതെന്തായാലും ഗ്രൂപ്പുകളിലൊക്കെ കിട്ടും ഈ നമ്പറും കാര്യങ്ങളും. ജസ്റ്റ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്നെടുത്ത് നിസ്കാരിപ്പം തുടങ്ങും ജമാഅത്ത്.